ഈ ആ, പാകിസ്ഥാനല്ലേ, ഇത് ജമ്മുവിന് അടുത്ത് അവരുടെ ഏതാണ്ട് 20-ലധികം വ്യോമസേനയുടെ സൈനിക താവളങ്ങൾ നമ്മുടെ ഇന്ത്യ തകർത്തു എന്ന് പറയുന്നുണ്ട്. 50-ലധികം പാക് ഭടന്മാരും മരണപ്പെട്ടു എന്ന വാർത്തയുമുണ്ട്. അതാണ് കറണ്ടായിട്ട് ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ട്. എന്താണ് ഇവിടെ ഈ വ്യോമ താവളങ്ങൾ തകർത്തതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നത്? തീർച്ചയായും. അതായത് ഈ നമ്മൾ ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായിട്ടാണ് ഇവർ തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഈ പാകിസ്ഥാൻ എപ്പോഴും ഇന്ത്യയുടെ ജനവാസ മേഖലകളിൽ ആക്രമണം നടത്തും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതെല്ലാം കരാർ ലംഘിച്ചാൽ പോലും ജനവാസ മേഖലകളിലാണ് ആക്രമണം നടത്തുന്നത്. പക്ഷെ അവരുടെ സൈനിക ശേഷി വളരെ ശുഷ്കമായതുകൊണ്ടും അവർക്ക് സൈനിക അത്തരത്തിലുള്ള ഉപകരണങ്ങളുടെയൊക്കെ കുറവ് കൊണ്ടും ഇത് വലിയ രീതിയിലൊരു ജനങ്ങളെ ബാധിക്കാതെ അതങ്ങ് പോകും. അത് കത്തി അങ്ങനെ അങ്ങ് പോവുകയാണ്. ആർക്കും വലിയൊരു അപകടം സംഭവിക്കുന്നില്ല. പക്ഷെ വലിയൊരു സൈനിക ശേഷിയുള്ള രാജ്യമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ജീവഹാനിയൊക്കെ സംഭവിച്ചേനെ. പക്ഷെ ഇന്ത്യ എപ്പോഴും അവരുടെ ഭീകര കേന്ദ്രങ്ങളിൽ, ഭീകര താവളങ്ങളിൽ മാത്രമാണ് ഇന്ത്യ ആക്രമണം നടത്തുന്നത്. ഇന്ത്യ ജനവാസ മേഖലയിൽ ആക്രമണം നടത്തുന്നില്ല, സൈനിക മേഖലകളിൽ ഒന്നും ആക്രമണം നടത്തുന്നില്ല. അവരുടെ ഭീകരവാദ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഭീകര താവളങ്ങൾ തകർക്കുക, സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ ആക്രമണം. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി പാകിസ്ഥാനിലുടനീളം 1 ഡസനിലധികം സൈനിക താവളങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളിൽ പാകിസ്ഥാൻ വ്യോമസേനയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഏകദേശം 20% തകർക്കപ്പെട്ടു. അതായത് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, വെള്ളം, മറ്റു കാര്യങ്ങൾ, കറണ്ട് എല്ലാം പോയി. അതെ, വ്യോമസേനയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ 20% തകർക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ അവരൊരു തകർന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ ഒട്ടേറെ യുദ്ധവിമാനങ്ങൾ നശിപ്പിക്കപ്പെട്ടതായി ഔദ്യോഗിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. പിന്നൊന്ന്, സൈനിക ജനവാസ മേഖലയിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിന് മറുപടിയായിട്ടാണ് ഇന്ത്യ ഈ പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ F-16, JF-17 യുദ്ധവിമാനങ്ങൾ നിലയുറപ്പിച്ചിരുന്ന സർഗോദ, ബൊലാരി തുടങ്ങിയ വ്യോമത്താവളങ്ങളെയും പ്രധാന വെടിമരുന്ന് ഡിപ്പോകളെയും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ വെടിമരുന്ന് ഡിപ്പോകളടക്കം നശിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അവരുടെ സൈനിക ശേഷിയുടെ കുറേയേറെ പോയി എന്ന് തന്നെ പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ ഈ സിന്ധിലെ ജംഷോറ ജില്ലയിലെ ബൊലാരി വ്യോമത്താവളത്തിൽ നടന്ന ആക്രമണത്തിൽ സ്ക്വാഡ്രൺ ലീഡർ ഉസ്മാൻ യൂസഫും 4 വ്യോമസേനാംഗങ്ങളും ഉൾപ്പെടെ 50-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. അതായത് അവരുടെ ഒരു തുറുപ്പുചീട്ടായിരുന്നു സ്ക്വാഡ്രൺ ലീഡർ എന്ന് പറഞ്ഞാൽ ഉസ്മാൻ യൂസഫ്, അയാൾ കൊല്ലപ്പെട്ടു. അതിനൊപ്പം തന്നെ 4 വ്യോമസേനാംഗങ്ങൾ, അവരും കുറച്ച് ബ്രില്യൻ്റ് ആയിട്ടുള്ള വ്യോമസേനാംഗങ്ങളായിരുന്നു. 50-ലധികം പേർ കൊല്ലപ്പെട്ടു. അവരുടെ സൈനിക ശേഷി തന്നെ കുറഞ്ഞു വരിക. അതുമാത്രമല്ല, അവിടെ ഏകദേശം 5000-ഓളം പാകിസ്ഥാൻ സൈനികർ ഈ യുദ്ധം വരുന്നതിന് മുമ്പ് തന്നെ അവർ നാട് വിട്ടു, പലായനം ചെയ്തു. അതോടൊപ്പം തന്നെ ഒരു 300-ലധികം ഓഫീസർമാരും പലായനം ചെയ്തു. കാരണം അവർക്കറിയാം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പൊ ചെറിയ 18 വയസ്സുള്ള കുട്ടികളെയൊക്കെ റിക്രൂട്ട് ചെയ്ത് വളരെ വേഗത്തിൽ അതിലേക്ക് പരിശീലിപ്പിക്കുക. പക്ഷെ അതൊന്നും അവർക്കൊന്നും നിൽക്കാൻ പറ്റില്ല. അപ്പൊ പാകിസ്ഥാൻ ഈ പറയുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ സൈനിക ശേഷിയിലോ ഒന്നും തന്നെ അവർക്ക് മാത്രമേ ഉള്ളൂ. ഭീകര കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഭീകരവാദത്തെ വളർത്തുക എന്നതിനപ്പുറം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം യാതൊന്നും അവർ കഴിഞ്ഞ 25 വർഷമായിട്ട് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ പരിശോധിച്ചാൽ എല്ലാം മൊത്തം ഭീകരവാദത്തെ വളർത്തുക എന്നുള്ള ഒറ്റ ഉദ്ദേശം. ഇന്ത്യയോടുള്ള, ഭാരതത്തോടുള്ള വിരോധം. അതെ, മറ്റു രാജ്യങ്ങളോടും അവർ ഇത് തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ അവരുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കുന്നില്ല, നമ്മളവിടെ അവരുടെ ജനവാസ മേഖല ആക്രമിക്കുന്നില്ല, യുദ്ധത്തിന്റെ മാന്യത കിട്ടുന്നു. പക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ച് എന്താണെന്നറിയോ, പാകിസ്ഥാന് അവരുടെ ജനവാസ മേഖല ആക്രമിച്ചാലും കുഴപ്പമില്ല, അവരുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചാലും കുഴപ്പമില്ല, അവരുടെ ഭീകരരെ തുടരുത്. അതാണ് അവരുടെ ലക്ഷ്യം. ഭീകരരെ ഒളിപ്പിച്ചിരുത്താവുന്ന പരമാവധി. അത് മാത്രമല്ല, ഈ ഭീകരര് മരിക്കുമ്പോൾ അവരുടെ പതാക ചുറ്റുക, അതോടൊപ്പം തന്നെ അവരുടെ ശവസംസ്കാര ചടങ്ങുകളൊക്കെ ആചാരപ്രകാരമൊക്കെ ഔദ്യോഗിക ബഹുമതികളോടെ അവരുടെ ഉദ്യോഗസ്ഥരെല്ലാം വന്നിരുന്നിട്ട് അതിനെ ഇത്തരത്തിൽ നടത്തുക. അതേസമയം അവിടുത്തെ സൈനികരെ കുതിരപ്പുറത്ത് കൊണ്ടുപോയി, ശവശരീരം കുതിരപ്പുറത്ത് ചുമന്ന് കൊണ്ടുപോയി അടക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ അവർ എത്രമാത്രം ഭീകരവാദത്തെ വളർത്തുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അതോടൊപ്പം തന്നെ ഈ ആക്രമണത്തിൽ PAF യുദ്ധവിമാനങ്ങൾ നശിപ്പിക്കപ്പെട്ടതായും പറയുന്നു. ചക്ലാലയിലെ നൂർ ഖാൻ, ഷൊർക്കോട്ടിലെ റഫീഖി, ചക്വാളയിലെ മുരീദ്, സുക്കൂർ, സിയാൽകോട്ട്, പസ്രൂർ, ചുനിയൻ, സർഗോദ, സ്കർദു, ഭൊലാരി, ജേക്കബാദ് എന്നിവിടങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളും വ്യോമത്താവളങ്ങളും എല്ലാം ഇന്ത്യ ലക്ഷ്യമിട്ട് ഉപഗ്രഹം വഴിയുള്ള നിരീക്ഷണം ഇന്ത്യ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഒരു നാശം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാൻ വ്യോമത്താവളങ്ങളിൽ ഉണ്ടായ നാശനഷ്ടങ്ങളുടെയും ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിജയകരമായി തടഞ്ഞു നശിപ്പിച്ച വിവിധ പാകിസ്ഥാൻ ഡ്രോണുകളുടെയും മിസൈലുകളുടെയും ദൃശ്യങ്ങൾ
സേന പുറത്തുവിട്ടിരുന്നത്. അതായത് അവർ തിരിച്ച് പ്രത്യാക്രമണം നടത്തുന്ന അതിനെ ഉൾപ്പെടെ ഇന്ത്യ നശിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരികയാണ്. പാചകം അടിച്ചാലോ ഞങ്ങൾ തെളിവ് കാണിക്കാമല്ലോ. തെളിവ് കാണിക്കാം. അതെ അതെ അതെ. അതേസമയം ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനെ പാകിസ്ഥാൻ പുറത്താക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചില നടപടികൾ നടത്തുന്നുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാനാണ് നിർദ്ദേശം. അതിന് കാരണമുണ്ട്. ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനെ ഇന്ത്യ പുറത്താക്കിയതിന് പിന്നാലെയാണ് നടപടി. ഉടനടി രാജ്യം വിടാനുള്ള നിർദ്ദേശമാണ് ഇന്ത്യയും നൽകിയത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ 20% അവരുടെ വ്യോമത്താവളങ്ങൾ നശിപ്പിക്കപ്പെട്ടു. ഇനി ഈ പരമായുള്ള യുദ്ധത്തിന് അവർക്ക് കെൽപ്പില്ല. ഇനി കരയുദ്ധം അങ്ങനെയൊക്കെയുള്ള പേടിപ്പിക്കുക, ചെറിയ വെടിവെപ്പ്, അതൊക്കെ പാകിസ്ഥാൻ എന്ത് ഇന്ത്യയെ പേടിപ്പിക്കാനാണ്. അപ്പോഴേ എനിക്ക് ചോദിക്കാനുള്ള ബിനു, നമ്മളെ ഈ പറയുന്ന പോലെ ഈ മധ്യസ്ഥ ചർച്ചയുടെ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഭാരതത്തെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ ട്രംപിന്റെ ഒരു മധ്യസ്ഥതയുടെ ആവശ്യമില്ല എന്ന് വളരെ പഞ്ചിങ്ങോടെയാണ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതിലെ രാഷ്ട്രീയം എന്താണ്? ജസ്റ്റ് ഒന്ന് ഈ വിഷയത്തോട് നമുക്ക് തീർച്ചയായിട്ടും വരാം. അതായത് ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് പലപ്പോഴും മുതലെടുപ്പ് നടത്തുകയാണെന്നാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. വാണിജ്യ താല്പര്യം. അതെ, വാണിജ്യ താല്പര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വിറ്റഴിയുക, ഒരു യുദ്ധത്തിന് ഇഷ്ടപ്പെടുന്നവരാണ്. കാരണം അവർക്ക് അത്രയും സാമ്പത്തിക സ്ഥിതി വളരും. ഒപ്പം ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പണി കൊടുക്കാം എന്നൊക്കെയുള്ള ഉദ്ദേശമാണ്. ട്രംപ് പറയുന്നത് ഒരു ദിവസം വൈകിട്ട് വന്നിരുന്ന ഒരു ചായ സൽക്കാരത്തിലൂടെ ഇന്ത്യയും പാകിസ്ഥാനും ഭരണാധികാരികൾ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതൊക്കെ ട്രംപ് പറയേണ്ട ആവശ്യമുണ്ട്. അതിന്റെ ആവശ്യമില്ല. അല്ലാതെ വൈസ് പ്രസിഡന്റ് ഇടപെട്ടു വന്നുപോയത്. അപ്പൊ ഇന്ത്യ അത് കൃത്യമായ മറുപടിയാണ് കൊടുത്തത്. ഇക്കാര്യത്തിൽ അതിന്റെ ആവശ്യമില്ല എന്ന രീതിയിൽ. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2014 അധികാരമേറ്റത് മുതൽ ഓരോ രാജ്യങ്ങളുമായി ഇന്ത്യ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നയതന്ത്രപരമായിട്ടുള്ള നടപടികൾ, അതെ അതെ, ഇത്രയും വർഷം കോൺഗ്രസ് ഭരിച്ച് എങ്കിൽ പോലും ഉണ്ടാക്കാത്ത അത്രയും അധികം, അതെ അതെ, അത്രയധികം പലപ്പോഴും പ്രധാനമന്ത്രിയെ പലരും വിമർശിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ സന്ദർശിക്കുന്നത്, ഇത്ര കോടി രൂപ അതിന് ചെലവാക്കുന്നത്. പക്ഷെ അദ്ദേഹം പോകുന്നത് വഴി എന്തുമാത്രം അത് പാലസ്തീൻ വിഷയങ്ങളിലും അതോടൊപ്പം ഇസ്രായേൽ അതിലൊക്കെ അദ്ദേഹം എടുക്കുന്ന നിലപാട് സ്റ്റാൻഡ് എടുക്കുക. അത് രണ്ടുപേരെയും, ഹമാസിനെയും എല്ലാം അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും ഏക രാജ്യമായിരിക്കും ഈ രണ്ട് രാജ്യങ്ങൾ. ഇന്ത്യയെ സംബന്ധിച്ച് പണ്ട് മുതലേ രാജ്യമാണ്. അപ്പൊ രണ്ട് രാജ്യങ്ങളെയും സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. രണ്ട് രാജ്യങ്ങളും ഇന്ത്യ പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ കഴിയുന്ന ഒരു ഭരണാധികാരി തന്നെയാണ് നരേന്ദ്രമോദി. അതോടൊപ്പം തന്നെ ഈ പഹൽഗാം ആക്രമണം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ട് പെട്ടെന്ന് മറ്റ് ഭരണാധികാരികളാണെങ്കിൽ അതിന്റെ പിറ്റേ ദിവസം തന്നെ പ്രത്യാക്രമണം നടത്തുന്നു, ഭയങ്കര നാശനഷ്ടം ഉണ്ടാകുന്നു. പക്ഷെ ഇന്ത്യ ചെയ്തത് നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ അമിത്ഷായും ഒക്കെ മീറ്റിങ്ങുകൾ കൂടി എല്ലാ സൈനിക മേധാവികളെയും ഒരുമിച്ചിരുത്തി സംസാരിച്ചു, വളരെ ചർച്ചകൾ നടത്തി. അതിനുശേഷം സൈന്യത്തിന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നു, നിങ്ങൾ ചെയ്തോളൂ എന്ന് പറയുന്ന ആ ഒരു ആർജവം അല്ലെങ്കിൽ ആ ഒരു പതിയെ അത് ചെയ്യേണ്ട, അല്ലാതെ കടന്നാക്രമിക്കലല്ല. അല്ല, അത് മാത്രമല്ല അവരുടെ ഈ പറഞ്ഞ പോലെ ജനവാസ മേഖലകളിലോ സൈനികരുടെ ഇടയിലേക്കോ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല. ഭീകരവാദ കേന്ദ്രങ്ങൾ തകർക്കുന്നു, ഭീകരവാദികളെ അല്ലെങ്കിൽ അവരെ തകർക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെ. തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ സംസാരിച്ചു വരുമ്പോൾ നമ്മൾ സംസാരത്തിൽ തുടങ്ങിയതുപോലെ തന്നെ 20ഓളം അല്ലെ, അതെ, 20% വ്യോമ മേഖലകളിൽ നാശനഷ്ടം ഉണ്ടായി. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കനത്ത നഷ്ടം തന്നെയാണ്. 50-ലധികം സൈനികർ അതിൽ വളരെ പ്രധാനപ്പെട്ടവർ ഉൾപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇനി വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് ഇനി അങ്ങോട്ടുള്ള. നമുക്ക് അടുത്ത സംസാരത്തിൽ കുറച്ചുകൂടെ വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം.